ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഇന്ത്യയിൽ ഓർമ്മിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത് ബിൽക്കിസ് ബാനുവിനാണ്. ഇന്ത്യയിൽ ഇതുപോലൊരു വനിത വേറെയില്ല. ലോകത്തിലെ തന്നെ എല്ലാ വനിതകൾക്കും പ്രചോദനമായ ധീര വനിത. ഒരാരോപണത്തിലോ അനീതിയിലോ അവസാനിക്കേണ്ടതല്ല, ജീവിതം പോരാടി നേടിയെടുക്കേണ്ടതാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ഈ വനിതയാണ് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ മുഴുവൻ വനിതകൾക്കും മാതൃക. പെണ്ണിന്റെ മാനം പരമപവിത്രം, മാതൃവന്ദനം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സുകന്യ സമൃദ്ധി, മഹിളാ ശക്തി തുടങ്ങിയവയെല്ലാം മോഡിയുടെയും സംഘപരിവാറിന്റെയും കള്ളക്കാപ്പട്യമാണെന്ന് തെളിയിച്ച കേസാണ് ബിൽക്കിസ് ബാനുവിന്റേത്. ബിൽക്കിസ് ബാനു ഗുജറാത്തിലെ ഒരു മുസ്ലിം പെൺകുട്ടി, 19 വയസ്സ് പ്രായം, 5 മാസം ഗർഭിണി. ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യാവേളയിൽ 11 സംഘീയ തെമ്മാടികൾ മാറി മാറി ബലാത്സംഗം ചെയ്തു, ക്രൂരമായി മർദ്ദിച്ചു. 3.5 വയസ്സുള്ള മകളെ അവർ ബിൽക്കീസിനെ കൺമുന്നിൽ വെച്ച് കാലിൽ തൂക്കി കല്ലിലിടിച്ചു കൊന്നു. ഗർഭം അലസിപ്പോയി. ബിൽക്കീസിനൊപ്പം സ്വന്തക്കാരായവരുടെ 7 മൃതദേഹങ്ങളും സംഘീ ഭീകരർ കൂട്ടിയിട്ടു. ആരോ അവിടെ നിന്നെടുത്ത് ഗ്രോദ്ര അഭയാർത്ഥി ക്യാമ്പിലെത്തിച്ചു. തുടർന്ന് ദീർഘനാൾ ആശുപത്രിയിൽ. ഗുജറാത്ത് സംഘീ പോലീസ് തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് തള്ളി. തുല്യതയില്ലാത്ത ധീരതയുടെ നിയമ പോരാട്ടത്തിലേക്കാണ് ബിൽക്കിസ് ബാനു എത്തിപ്പെട്ടത്. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ, അവിടുന്ന് സുപ്രീം കോടതി. അവസാനം കോടതി നിർദ്ദേശപ്രകാരം CBI അന്വേഷണം. 18 പേർ പ്രതികൾ. അതിൽ തെളിവ് നശിപ്പിച്ച 2 ഡോക്ടർമാരും 5 പോലീസുകാരും. വിചാരണ ഗുജറാത്തിൽ നിന്ന് മാറ്റാൻ ഹർജി. തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വിചാരണ ബോംബെയിലേക്ക് മാറ്റി. 2008 ജനുവരിയിൽ വിധി. 11 പേർക്ക് ജീവപര്യന്തം. പക്ഷേ 2017 മെയ് മാസത്തിൽ ഗുജറാത്ത് സർക്കാർ എല്ലാവരെയും കുറ്റമുക്തരാക്കി പുറത്തുവിട്ടു. BJP ആ ബലാത്സംഗ തെമ്മാടികൾക്ക് വമ്പിച്ച സ്വീകരണം നൽകി. മഹുവ മൊയ്ത്രയും സുഭാഷിണി അലിയും ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ ബിൽക്കിസ് ബാനു ഇതിനെതിരെ വീണ്ടും കോടതിയിലേക്ക്. സുപ്രീം കോടതി അവർക്ക് ശിക്ഷ ഇളവ് നൽകാൻ നിയമമില്ല എന്ന് വിധിച്ചു. 22 വർഷത്തിനു ശേഷം ആപേക്ഷികമായതെങ്കിലും വീണ്ടും നീതി. ഇന്ത്യയിൽ ഇതുപോലൊരു വനിത വേറെയില്ല. ലോകത്തിലെ തന്നെ എല്ലാ വനിതകൾക്കും പ്രചോദനമായ ധീര വനിത. ഒരാരോപണത്തിലോ അനീതിയിലോ അവസാനിക്കേണ്ടതല്ല, ജീവിതം പോരാടി നേടിയെടുക്കേണ്ടതാണെന്ന് ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച ഈ വനിതയാണ് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ മുഴുവൻ വനിതകൾക്കും മാതൃക.